ഈ സമയത്ത് നമ്മുടെ പാസ്റ്ററെ കാണാൻ ആ കാണാതെ പോയ പെൺകുട്ടിയുടെ അമ്മ വരുന്നു. അവര് കരഞ്ഞുകൊണ്ട് എൻ്റെ മോൾക്ക് എന്താണോ സംഭവിച്ചിട്ടുണ്ടാവുക, എനിക്ക് പേടിയാവുന്നു പാസ്റ്റർ എന്ന് പറയുമ്പോൾ പാസ്റ്റർ ഈ അമ്മച്ചിയെ കൊണ്ടുപോയി ഇരുത്തി പ്രാർത്ഥിക്കും. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ തിരിച്ചു വരുന്നു പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നു. ഈ നേരത്ത് പോലീസുകാർ കങ്ര എങ്ങോട്ടാണ് പോയെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കങ്രയുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്ന CCTV ക്യാമറയെല്ലാം 2 ദിവസം മുന്നേ തന്നെ കങ്ര അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയോ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു എവിഡൻസും ഇപ്പൊ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. ഈ കങ്രയുടെ വാൻ കണ്ടുകിട്ടി കാടിനകത്ത് വെച്ച്. പോലീസുകാരെല്ലാം അങ്ങോട്ട് പോകുന്നു. ഈ നേരം പാസ്റ്റർ ആ പെൺകുട്ടിയുടെ അമ്മയെ വീട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടി പോവാണ്. പെൺകുട്ടിക്ക് വേണ്ടി ചർച്ചിലെ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നിങ്ങൾ പേടിക്കാതെ, അവൾ തിരിച്ചു വരും എന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അവരെ ഭർത്താവ് വിളിക്കുന്നത്. കങ്രയുടെ കാറ് പോലീസുകാർക്ക് കണ്ടുകിട്ടി. ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ്. നീയും അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് പാസ്റ്ററേയും വിളിച്ച് പെൺകുട്ടിയുടെ അമ്മ ഈ ക്ലിഫിന്റെ സ്പോട്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഹീറോയിനും ടീമും ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവര് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇവന്റെ ഒരു കോട്ട് കണ്ടുകിട്ടും കങ്രയുടെ. പിന്നെ ഹീറോ അവനെ വലിച്ചെറിഞ്ഞ സ്ഥലം, ആ കൊക്ക മുഴുവൻ ഇവര് പരിശോധിക്കുന്നുണ്ട്. താഴെ ബോഡി വീഴാൻ സാധ്യതയുള്ള എല്ലാ ഭാഗത്തും പരിശോധിക്കുന്നു. എന്നിട്ടും പോലീസുകാർക്ക് ഈ ബോഡി കണ്ടുകിട്ടിയില്ല. ഈ നേരത്താണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസുകാരോട് തർക്കിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം കാണണമെന്ന് പറയുന്നു. അപ്പൊ പോലീസുകാർ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല, വണ്ടി മാത്രമേ കണ്ടുകിട്ടിയിട്ടുള്ളൂ, ആൾക്കാരെ കിട്ടിയിട്ടില്ല എന്ന് പറയും. അത് കേട്ട ഉടനെ ഹീറോ പാസ്റ്റർ അവിടെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബോഡി പോലും കണ്ടുകിട്ടിയില്ലേന്ന്. ആ ചോദ്യം അപര്യാപ്തമാണെന്നുള്ളത് പോലീസ് ലേഡിക്ക് മനസ്സിലായി. അവിടെ ബോഡി എന്തുകൊണ്ട് കിട്ടിയില്ല എന്നെന്തോ ഇയാൾ ബോഡി കൊണ്ടുപോയിട്ടതുപോലെ ചോദിക്കുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹീറോയിൻ ഈ പാസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ നേരം പോലീസുകാര് ഇന്നലെ ഒരുപാട് മഴ പെയ്തുകൊണ്ട് തന്നെ എവിഡൻസ് ആയിട്ടൊന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും. പാസ്റ്റർ തൽക്കാലം താൻ രക്ഷപ്പെട്ടു, പക്ഷെ ആ ബോഡി കിട്ടാത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും കുഴപ്പം വരുമോ എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം ഭാര്യ ഒരു കെയർ ഹോമിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അവിടെ ചെറിയ പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട്. കൊണ്ടുപോകാൻ ഭാര്യ കാറിനകത്ത് കയറി കഴിയുമ്പോൾ ഹീറോ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന്. അവള് പറയും, എന്തു പറയാൻ, ഒന്നും പറയാനില്ല. എന്തെങ്കിലും വിഷയത്തെപ്പറ്റി കുറ്റസമ്മതം നടത്താനുണ്ടോ എന്ന് ക്ലാരിറ്റിയായി ഹീറോ ചോദിക്കും. ഭാര്യ പറയും, ഒന്നുമില്ല, എന്തു പറയാൻ. ഇദ്ദേഹം കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് ചില തെറ്റുകൾ പറ്റി, ഞാൻ അതിന് ക്ഷമ പറയുന്നു. ഇപ്പൊ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് പറ്റിയ തെറ്റെന്താണ്, എന്നോട് തുറന്നു പറയും. ഭാര്യ ഉടനെ, നിങ്ങളെന്താ കളിക്കുകയാണോ, എനിക്കെന്താ കുഴപ്പം, നിങ്ങൾ വണ്ടി എടുക്കുമെന്ന് പറയുമ്പം ഇങ്ങനെ ടെൻഷനായിട്ട് പറയും, പാസ്റ്റർ ജങ് അങ്ങേരെ പുതിയ ചർച്ചിന്റെ ലീഡറായിട്ട് എന്നെ നിയമിച്ചിരിക്കുകയാണ്, ഞാനത് നിന്നോട് പറഞ്ഞില്ല. അപ്പൊ ഭാര്യ പറയും, നിങ്ങളെയോ, എനിക്കറിയാം ആരെയാണെന്ന്, പാസ്റ്റർ മകനെ തന്നെയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഓരോ സ്വപ്നം കണ്ടിട്ട് നിങ്ങളെ സീനിയർ വലിയ ആളാണെന്നും പറഞ്ഞ് നടന്നോ, അയാൾ സ്വന്തം മകനെ കൊടുക്കുള്ളൂ. അപ്പൊ ഹീറോ പറയും, അയാൾ സ്വന്തം മകനെ മറ്റൊരു രാജ്യത്തിലേക്ക് അയച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ, അവനൊരു അഫെയർ ഉണ്ടായിരുന്നു. അവന് നമ്മുടെ ചർച്ചിലെ തന്നെ ഒരു മെമ്പറുമായിട്ട് അവിഹിത ബന്ധം. അതറിഞ്ഞ് അവന്റെ അച്ഛൻ അവനെ നാട് കടത്തി. ഇനി ഞാൻ ചോദിക്കുന്നു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവത്തിനോട് മറയ്ക്കാൻ പറ്റില്ല, പറയും. ഉടനെ ഭാര്യ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, ദൈവത്തിനെല്ലാം അറിയാം, ഓടി രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, പറയും, കൺഫസ്. ഭാര്യ കരഞ്ഞുകൊണ്ട് പറയും, അതെ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ വ്യഭിചരിച്ചു, ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു, ദൈവം എന്നോട് പൊറുക്കണം. പാസ്റ്റർ ഭാര്യയുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. ഉച്ചത്തിൽ മാപ്പ് ചോദിക്കാൻ പറയും. അവൾ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് മാപ്പ് ചോദിക്കുന്നു. പാസ്റ്റർ തനിക്കുണ്ടാവുന്ന വിഷമവും ദേഷ്യവും എല്ലാ ഇമോഷൻസും തന്നിലേക്ക് തന്നെ കടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് സമാധാനത്തോടെ ഭാര്യയും വിളിച്ച് പോകുന്ന വഴിയിൽ ഒരു ആംബുലൻസ് റിപ്പയർ ആയി കിടക്കുന്ന കാണാം. സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങൾ സഹായത്തിന് വേണ്ടി ഒരു ടോ ട്രക്ക് പറഞ്ഞിട്ടുണ്ട്, അവര് വരാൻ സമയമായി, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയും. എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ആ കെയർ ഹോമിലേക്ക് വരുന്നു. അവിടെ ഇവർക്ക് വേണ്ടി 4-5 പേര് കാത്തിരിപ്പുണ്ടാവും. അതിനൊപ്പം അവിടുത്തെ ഒരു ടേക്ക് കെയറർ, ആ ലേഡി, ഞാൻ കുറെ നേരമായി ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുന്നു, അവര് വരുന്നില്ലല്ലോ എന്ന് പറയും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, കുറച്ചു മുന്നേ ശരീരമാസകലം അടിപറ്റിയ ഒരാള് പാതി ബോധാവസ്ഥയിൽ നമ്മുടെ കെയർ ഹോമിലേക്ക് വന്നിരുന്നു. അയാളിപ്പോ വാർഡിൽ കിടത്തിയിരിക്കുക. ആ വലിയ കാട്ടിൽ നിന്നാണ് അയാൾ വന്നത്. ചിലപ്പോൾ എവിടെന്നെങ്കിലും വീണ് കാണണം. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ആംബുലൻസിനെ വിളിച്ചിരിക്കുന്നത്. ഇത് വൈകിയാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്നിങ്ങനെ ആ ലേഡി പറയുന്നുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലായി അതൊരു പക്ഷേ നമ്മുടെ ദണ്ണക്കാരനായിരിക്കും. അയാൾ ഭാര്യ അകത്തു പോകാൻ പറയുന്നു. ബാക്കിയുള്ള ലേഡീസിനൊപ്പം ഭാര്യ അകത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് എന്ന് അവരോട് പറഞ്ഞ് അവർ കാണാതെ വാർഡിലേക്ക് വരും. വാർഡിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങേര് വിചാരിച്ചതുപോലെ തന്നെ ദണ്ണക്കാരനാണ് അവിടെ കിടക്കുന്നത്. അയാൾ കണ്ണു തുറന്നിട്ടില്ല, എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയണേന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവനെ ജീവനോടെ വിട്ടാൽ തന്റെ കള്ളി വെളിച്ചത്താവും. ഇങ്ങേർക്കാണെങ്കിൽ ആകാശത്ത് പുതിയൊരു മാലാഖേനെ കാണുന്നുണ്ട്.
ഓരോ തോന്നലാണ് പുള്ളിക്ക് ഓരോ സമയത്തും. ഇവൻ ഇവിടെ വിട്ടിട്ട് പോയ പണിയെന്ന് മനസ്സിലാക്കി അവനെ തള്ളിയെടുത്തുകൊണ്ട് പോയി തന്റെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ് പാസ്റ്റർ. എന്ന ഒരു വയസ്സായ അപ്പൂപ്പൻ ഇത് കാണുന്നുണ്ട്. വൈകിട്ട് പോലീസുകാർ ഈ കെയർ ഹോമിലേക്ക് എത്തും. ക്ലിഫിന്ന് ഒരാൾ വന്നു, അയാളെ പിന്നീട് കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ഇവർ കൊടുത്തിരിക്കുക. സോ പോലീസുകാർ വന്നിട്ട് ഈ ഫോട്ടോ കാണിച്ച് നമ്മുടെ കങ്ക്രയാണെന്ന് ചോദിക്കും. അവിടുത്തെ കെയർ ലേഡി പറയും അത് ഇയാൾ തന്നെയാണ്, ഒരു ക്രിമിനൽ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, മേ ബി പോലീസ് പിടിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കണം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുക. പോലീസുകാർ ചോദിക്കും അയാൾ എവിടെയാണ് കിടന്നിരുന്നതെന്ന്. ഇവർ ആ വാർഡിലേക്ക് വരുന്നു. അപ്പൊ അവിടുത്തെ അച്ഛൻ നേരത്തെ ഹീറോനെ കണ്ട ആ വയസ്സും പറയും ഞാൻ കണ്ടിരുന്നു, ആരാണ് കൊണ്ടുപോയെന്ന് ഞാൻ കണ്ടിരുന്നു, ദൈവം തന്നെ നേരിട്ട് വന്ന് കൊണ്ടുപോയതാ, അവന്റെ കാലം കഴിഞ്ഞു എന്നിങ്ങനെ ആ ഡാഡി പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ സിസ്റ്റർ പറയുക അപ്പൂപ്പൻ അൽഷിമേഴ്സാ, അങ്ങേരെല്ലാം മറന്നുപോകും, ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. പുള്ളി പറയുന്നത് കാര്യാക്കണ്ടെന്ന് പറയും. അവിടുന്ന് പോലീസുകാർ ഇറങ്ങി പോകാൻ നേരം നമ്മുടെ പോലീസ് ലേഡി കുറെ പെണ്ണുങ്ങൾ പാട്ട് പാടുന്ന കണ്ടിട്ട് ഇവരാരാണെന്ന് ചോദിക്കും. അവരെല്ലാം പാസ്റ്റർമാരുടെ ഭാര്യമാരാണ്, ഇടയ്ക്ക് ഇവിടെ വന്ന് ഒരു പ്രയർ നടത്താറുണ്ടെന്ന് അവിടുത്തെ കെയർ ലേഡി പറയുന്നു. ഇവരൊക്കെ ഏതൊക്കെ ചർച്ചിൽ നിന്നാണ് വരണേ എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണമെന്ന് പറയും നമ്മുടെ പോലീസ് ലേഡി. ശരിയെന്ന് പറയുന്നുണ്ട് അവര്, ആ കെയർ ഹോമുകാർ. ഈ സമയത്ത് ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്ക്, ഒരു വലിയ കെട്ടിടത്തിലേക്ക് ഹീറോ നമ്മുടെ കങ്ക്രയെ പിടിച്ചുകൊണ്ട് വരുന്നു. ബോധം വന്ന കങ്ക്ര ചോദിക്കും എന്നെ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, നീ ഏതാടാ, നിനക്ക് ഞാൻ എന്ത് പാവാണ് ചെയ്തതെന്ന്. അപ്പൊ പാസ്റ്റർ അതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം വീണ്ടും വീണ്ടും എന്നെ നിന്നിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമാണ് എന്റെ ജോലി. എന്തിനീ പഴയ കെട്ടിടം അദ്ദേഹം എനിക്ക് വേണ്ടി തന്നു. നീ എന്ന സാത്താനെ ഇല്ലാതാക്കാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കളികളാണ്. നമ്മുടെ സൈക്കോ ഇത് കേട്ടിട്ട് ഞാനല്ല സൈക്കോ, നീയാണ് സൈക്കോ എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം എന്നെ കൊല്ലാൻ പോവാണോടാ, നിനക്ക് എന്താണ് എന്നെ ചെയ്യേണ്ടത്? നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കില്ല, അവൾക്ക് ജീവനുണ്ട്. ഞാൻ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിക്ക് ജീവനുണ്ട്. ഇത് കേട്ട ഉടനെ പാസ്റ്റർ നീ സത്യമല്ല പറയുന്നത്, നീ നുണയാണ് പറയുന്നത്, നീ എന്നെ പറ്റിക്കുകയാണ്, അവൾക്ക് ജീവനുണ്ടെങ്കിൽ അവൾ എവിടെ? അത് കേൾക്കുമ്പോൾ ദണ്ണക്കാരൻ പറയും നീ പോലീസിനെ വിളിക്ക്, ഞാൻ അവരോട് പറഞ്ഞോളാം, ആ പെൺകുട്ടിയെ വേണമെങ്കിൽ നീ പോലീസിനെ വിളിക്ക്. ഇത് കേട്ടുടനെ പാസ്റ്റർ ദേഷ്യപ്പെട്ട് ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ആഞ്ഞടിക്കാൻ തുടങ്ങും. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പോലീസിനെ വിളിച്ചാൽ മാത്രമേ ഞാൻ ആ പെൺകുട്ടി എവിടെയാണെന്ന് പറയുള്ളൂ, വിളിക്കടാ, ഞാൻ അവരോടെല്ലാം പറയട്ടെ എന്ന് പറയുമ്പോൾ പാസ്റ്റർ ഉടനെ ദേഷ്യപ്പെട്ട് അവിടെ കിടന്നൊരു പ്ലാസ്റ്റർ എടുത്ത് നീ പറയണ്ടടാ, നീ പറയുന്നതെല്ലാം നുണയാണെന്ന് എനിക്കറിയാം, നീ ഒന്നും പറയണ്ട, നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റർ ഇട്ട് അയാളുടെ വായു മുഖമെല്ലാം വെച്ച് കെട്ടി ബിൽഡിങ്ങിനകത്തെ ഒരു മുറിയിലിട്ട് പൂട്ടും. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുന്ന പാതയിൽ D24/7 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും കണ്ട അയാൾ തിരിച്ച് തന്റെ ചർച്ചിലേക്ക് പോകും. ആ നേരത്ത് ഹീറോയിനോട് മറ്റു പോലീസുകാർ നീ ഒരുപാട് നേരമായി സർവീസിലിരിക്കുന്നു, ഇനിയും കണ്ണു മിഴിച്ചിരിക്കണ്ട, ചെന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ചു നേരം ഉറങ്ങിയിട്ട് വായോ, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറയും. ഇവള് ശരിയെന്ന് പറഞ്ഞ് കാർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മെസ്സേജ് ലഭിക്കുന്നു. ആ കെയർ ഹോമിൽ നിന്നാണ് മെസ്സേജ് ലഭിക്കുന്നത്. അവരെ കെയർ ഹോമിലേക്ക് ഏതൊക്കെ ചർച്ചിൽ നിന്നാണ് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നത് എന്നുള്ള മെസ്സേജാണത്. നോക്കുമ്പോൾ നമ്മുടെ മിഷൻ നാഷൻ ചർച്ച് അതിലൊന്നാമതായി വന്നിട്ടുണ്ട്, അതായത് പാസ്റ്റർ ചർച്ച്. ഹീറോയിൻ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കും. അയാളെ കാണുമ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഷൂവിലെ മഡ്. സോ ഇയാൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹീറോയിൻ പാസ്റ്ററെ തേടി വരുന്നു. ഈ നേരം പാസ്റ്റർ ചർച്ചിലേക്ക് വരുമ്പോൾ അവിടെ ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ടുണ്ട്. കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി അവരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നാണ്. ഇവരെല്ലാം അകത്ത് കയറി പോയി കഴിയുമ്പോൾ ഹീറോയിൻ വന്ന് നമ്മുടെ പാസ്റ്ററെ കാറ് ചെക്ക് ചെയ്യുന്നു. കാറിനകത്ത് എവിഡൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഈ കാർ എവിടെയോ ചെളിയുള്ള ഭാഗത്ത് പോയിട്ടുണ്ട്. ടയറിൽ അതിന്റെ പാട് കാണാം. അതിനോടൊപ്പം തന്നെ മൾബറി പഴത്തിൽ വണ്ടി കയറി ഇറങ്ങിയതായിട്ട് കാണുന്നുണ്ട്. സോ ഇവൾ അടുത്തുള്ള മൾബറി ഫാം ഏതാണെന്ന് സെർച്ച് ചെയ്യും. തൊട്ടടുത്ത് മൂസാൻ ഓർഗാനിക് ഫാം എന്നൊരു മൾബറി ഫാമുണ്ട്. ഇവള് നേരെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഈ സമയത്ത് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരെയും ഇരുത്തി ബൈബിൾ തുറക്കുമ്പോൾ അതിലെ വചനവും D24/7 ആണ് വന്നിരിക്കുന്നത്. സോ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് അങ്ങേര് വിചാരിക്കും. എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ദൈവം തനിക്ക് എന്തോ കൽപ്പന തരുവാണെന്ന് അയാൾ വിചാരിച്ച് പാതി മെന്റലായിട്ടുണ്ട്. ഇപ്പൊ തന്നെ അങ്ങേര് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ പോലീസുകാരി അവൾ ഈ മൾബറി ഫാമും അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞു. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനകത്തേക്ക് ചെല്ലും. എന്തോ വലിച്ചെടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിലിട്ടതിന്റെ പാടുണ്ട് അവിടെ. ഇവൾ ആ സ്റ്റോർ റൂമിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും കെട്ടിവെച്ച നമ്മുടെ കങ്ക്രെ, തെണ്ണക്കാരൻ. അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് അവൾ നിൽക്കുമ്പോൾ തന്റെ ഇമാജിനേഷനിൽ വരുന്ന അനിയത്തിയുടെ പ്രേതം വന്നിട്ട് അവനെ കൊന്നുകള എന്ന് പറയാണ്. ഇവള് കൊല്ലാൻ വേണ്ടി തോക്ക് ചൂണ്ടുന്നുണ്ട്. അപ്പോഴായിരിക്കും കങ്ക്രെ സംസാരിക്കുക. നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടുകിട്ടില്ല, പോലീസിനെ വിളി. വന്നിരിക്കുന്ന ആരാണെന്ന് അവൻ അറിയില്ല. ഹീറോയിൻ പറയും ഞാനും ഒരു പോലീസ് ഓഫീസറാണ്, ഇവിടെ ആ പെൺകുട്ടി എന്നോട് പറയൂ. അപ്പൊ കങ്ക്രെ എന്നെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്ന് പറയും. നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം, ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോ.
ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാസ്റ്റർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അയാൾ ഷവലുകൊണ്ട് ഹീറോയിനെ അറ്റാക്ക് ചെയ്ത് അടിച്ച് ബോധം കെടുത്തും. ഹീറോയിന് ബോധം വരുമ്പോൾ പാസ്റ്റർ അവളെ കെട്ടിവെച്ചിരിക്കുകയാണ്. പാസ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്ത് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റർ പറയാണ്, ദൈവമാണ് ഇതെല്ലാം കൽപ്പിച്ചിരിക്കുന്നത്. ഈ സാത്താനെ കൊല്ലാൻ വേണ്ടി എന്നെ നിയമിച്ചതാണ്. പക്ഷെ എങ്ങനെയാണ് കൊല്ലാന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു വഴിയായിട്ട് ദൈവം നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. നീയും ഇവനും തമ്മിലുള്ള യുദ്ധത്തിലാണ് നിങ്ങൾ രണ്ടുപേരും മരിക്കുന്നത്. അത് ദൈവവിധിയ. അതിനാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, പാസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ പെൺകുട്ടിയെ കാണുന്നില്ല. അവൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പാസ്റ്റർ പറയും, ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു. അവൾക്ക് ജീവനില്ല. ഇവൻ നിന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇവൻ ഇപ്പൊ തന്നെ കൊന്നുകളയാം. പിന്നീട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഹീറോ അവനെ കൊല്ലാൻ നിൽക്കുമ്പം പോലീസുകാരി അവനെ കൊല്ലരുത്. അവനെ കൊന്നുകഴിഞ്ഞാൽ ആ പെൺകുട്ടി എവിടെയാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾക്കെന്തോ മാനസിക കുഴപ്പം പറ്റിയിട്ടുണ്ട് പാസ്റ്റർ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പൊ ഈ ദണ്ണക്കാരൻ ചിരിച്ചിട്ട്, ഞാൻ ഇത്ര നേരം ആലോചിക്കുകയായിരുന്നു നീ ആരാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ ആ പെൺകുട്ടിയുടെ ചേച്ചിയാണല്ലേ. അവളെ ഞാൻ പീഡിപ്പിച്ച കഥ നിനക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് ഇവൻ പീഡന കഥ പറയാൻ തുടങ്ങുന്നു. പാസ്റ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാൾ ആദ്യം ഹീറോയിനെ കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് തോക്കൊണ്ട് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഹീറോയിൻ അവനെ തട്ടിത്തെറിപ്പിച്ച് തന്റെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി ഹീറോയെ വലിച്ചിട്ട് ലോക്ക് ചെയ്യുന്നു. ഇവര് രണ്ടുപേരും മൽപ്പിടുത്തം പിടിക്കുമ്പോൾ ദണ്ണക്കാരൻ തന്റെ അടുത്തുള്ള കത്തി ഹീറോയിന് നേരെ തട്ടിക്കൊടുക്കുന്നുണ്ട്. കാരണം പാസ്റ്റർ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ എന്തായാലും കൊല്ലും. ഹീറോയിനെ രക്ഷപ്പെടുത്തിയാൽ ജീവനോടെയെങ്കിലും ഇരിക്കാലോ. ഈ ബ്ലേഡ് കിട്ടിയ ഉടനെ ഹീറോയിൻ അതുകൊണ്ട് പാസ്റ്റർ വലിച്ചു കീറി ഒരു കമ്പിയിൽ ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ അപ്പോഴേക്കും ഈ ദണ്ണക്കാരനെ കുടുക്കി വെച്ചിട്ടുള്ള വെയിറ്റ് താഴേക്ക് വീണ് ദണ്ണക്കാരൻ തെറിച്ച് താഴെ പോവാ. ഭാഗ്യത്തിന് നമ്മുടെ പെണ്ണിന് അവന്റെ കാലെ ഒരു പിടുത്തം കിട്ടി. എന്നാലും അത്രയും ഭാരം അവളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. സ്ലിപ്പായി അവൻ വീണുകൊണ്ടിരിക്കുമ്പോൾ ആ ദണ്ണക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. വൺ ഐഡ് മോൺസ്റ്റർ അവളെ തിന്നു. ഒരു കണ്ണുള്ള മോൺസ്റ്റർ അവളെ തിന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ നിലത്തേക്ക് വീണ ഉടനെ ആ സ്പോട്ടിൽ തന്നെ തലയടിച്ച് അവൻ മരണപ്പെടുന്നു. അധികം വൈകാതെ പോലീസിന്റെ വൻ പട തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. അവര് ഹീറോയിനെ റെസ്ക്യൂ ചെയ്യും. പാസ്റ്റർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ ദണ്ണക്കാരനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞു സ്പോട്ടിൽ വെച്ച്. പാസ്റ്ററുടെ അവസ്ഥ, ഈ ദണ്ണക്കാരൻ മരിച്ചത് കണ്ട് പുള്ളിക്കാരൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തുതി പറയുന്നു. തനിക്ക് പറ്റിയ അവസ്ഥ എന്താണെന്ന് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല. മാനസികമായി മുഴുവൻ കുഴപ്പത്തിലാണ്. പോലീസുകാർ സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാനതനുസരിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മേ ബി ഭാര്യ ചീറ്റ് ചെയ്തുകൊണ്ട് മുഴുവൻ കൺട്രോൾ വിട്ടു പോയതായിരിക്കാം. ഇപ്പൊ പെൺകുട്ടിയെ, കാണാതായ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അതാണ് പോലീസുകാരുടെ ടാസ്ക്. ഈ ദണ്ണക്കാരൻ പഴയ കെട്ടിടങ്ങൾ തകർക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയ ഏരിയ ആണ്. അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം ഈ കമ്പനി തകർത്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവിടെ എവിടെയെങ്കിലും ആയിരിക്കണം ഈ ദണ്ണക്കാരൻ പെൺകുട്ടിയെ കൊണ്ടുപോയി മറച്ചു വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഏരിയ വലുതായതുകൊണ്ട് തന്നെ അത് മുഴുവൻ സെർച്ച് ചെയ്യാൻ ഒരു 3-4 ദിവസമെങ്കിലും പിടിക്കും. അത്രയും ദിവസം ഈ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകുമോ എന്നതിന് ഉറപ്പില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ വഴിയുമില്ല. ഈ നേരത്ത് കമ്പനിയിലെ JCB ഓരോ കെട്ടിടങ്ങളായിട്ട് മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക. ഇവര് പൊളിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിനകത്താണ് നമ്മുടെ പെൺകുട്ടിയെ കെട്ടിവെച്ചിരിക്കുന്നത്. അവൾക്ക് ജീവനുണ്ട്. പക്ഷെ വായും കെട്ടിവെച്ചതുകൊണ്ട് തന്നെ ഒച്ച വെക്കാൻ പോലും അവളെ കൊണ്ട് കഴിയില്ല. ഇതൊന്നും അറിയാതെ അവരിടിച്ചു തുടങ്ങിയാൽ ഈ പെൺകുട്ടി എന്തായാലും മരണപ്പെടും. ഈ സമയത്ത് ഹീറോയിൻ നമ്മുടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടറെ ചെന്ന് കാണുന്നു. അവൾക്ക് 2 പേരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അറിയണം. ഒന്ന് നമ്മുടെ പാസ്റ്ററെ കുറിച്ച്. പാസ്റ്റർ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് അപ്പോപീനിയ എന്ന് പറഞ്ഞ രോഗമാണ്. അതായത് ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പാറ്റേൺ ആയി കണ്ട് അതിന്റെ എല്ലാം പുറകിൽ എന്തെങ്കിലും മീനിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങേര് കുറെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സ്പെസിഫിക് റീസൺ ആണ്, ഇമേജ് ആണ് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. ആ രോഗമാണ് പാസ്റ്റർക്കുള്ളത്. അതുകൊണ്ടാണ് അങ്ങേര് ദൈവം പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഭ്രാന്തുകൾ ചെയ്തത്. ഇനി നമ്മുടെ ദണ്ണക്കാരന്റെ പ്രശ്നം. ചെറുപ്പം മുതലേ അച്ഛന്റെ ഒരുപാട് പീഡനങ്ങൾ തന്റെ വീടിന്റെ 10ായ പുരയിൽ ഈ പയ്യൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളാണ് ഇതൊക്കെ. അവൻ തന്നെ വരച്ചതാണ്. വലുതായപ്പോ ഈ പീഡനങ്ങൾ മറ്റുള്ളവർക്കും പകരണം എന്നവൻ വിചാരിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയിലേക്ക് പകർന്നപ്പോഴാണ് അവൻ പോലീസിൽ പിടിക്കപ്പെടുന്നത്. ഒരു വൺ ഐഡ് മോൺസ്റ്ററെ കുറിച്ച് അവൻ എപ്പോഴും പറയാറുണ്ട്. അതൊരു പക്ഷേ അവന്റെ അച്ഛനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പോലീസിൽ അറസ്റ്റിലായി ട്രീറ്റ്മെന്റ് നടന്നപ്പോൾ അവൻ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് കുഴപ്പങ്ങളുടെ സിംറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ റിലീസായി കഴിഞ്ഞ് വീണ്ടും അവൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ ആ പഴയ ഓർമ്മകൾ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവണം. എന്തെങ്കിലും അവൻ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും എന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഡോക്ടർക്ക് പുറകിലായി തന്റെ മരിച്ചുപോയ സഹോദരി നിൽക്കുന്നത് പോലെ ഹീറോയിൻ കാണുന്നുണ്ട്. അവള് പേടിക്കുന്ന കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും, നിനക്കില്ലാത്ത സംഭവങ്ങൾ കാണാറുണ്ടോ? അതിനാണോ നീ പേടിക്കുന്നത്? ഹീറോയിൻ പറയും, ഞാൻ എൻ്റെ അനിയത്തിയെ കാണാറുണ്ട്. അവളുടെ മരണത്തിന് കാരണം ഞാനാണ് എന്നുള്ള കുറ്റബോധം. അവളെ ഞാൻ പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട്. ഞാൻ അവളെ രക്ഷപ്പെടുത്തിയില്ലല്ലോ എന്നുള്ള വേദനയാണ് എനിക്ക്. ഇത് കേട്ടിട്ട് ഡോക്ടർ പറയും, നീ കാണുന്നത് നിന്റെ അനിയത്തിയല്ല, നിന്റെ തന്നെ അവബോധ മനസ്സിനെയാണ്.
അതൊരു ഇല്യൂഷനാണ്, നിന്റെ മനസ്സിലുണ്ടായ കുറ്റബോധം. അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഹീറോയിൻ പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ, പക്ഷേ ഞാൻ അവളെ രക്ഷപ്പെടുത്താൻ വരും എന്ന് കരുതി അവൾ വാതിലും നോക്കി കാത്തിരുന്നു ഒരുപാട് നാൾ. എന്നാൽ രക്ഷപ്പെടുത്താൻ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എല്ലാം എന്റെ തെറ്റാണ്, എന്റെ തെറ്റ്. ഇത് കേട്ട് ഡോക്ടർ പറയും, നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയില്ലേ, അതന്നെയാണ് പാസ്റ്ററും കങ്ക്രയും അനുഭവിച്ചത്. കങ്ക്രെ അവന്റെ അച്ഛനെ ബ്ലെയിം ചെയ്തു, പാസ്റ്റർ ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നു. ഇതെല്ലാം മനസ്സിനേർപ്പെടുന്ന ചലനങ്ങളാണ്. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, റിയാലിറ്റിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം നിന്റെ ജോലി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റും. കങ്ക്രയെ എന്താണോ ട്രിഗർ ചെയ്തത് അതെന്താണെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് അവൻ വീണ്ടും ഈ ക്രൈം ചെയ്തത്. ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം JCB നമ്മുടെ പെൺകുട്ടിയുള്ള ബിൽഡിങ്ങും മാന്തി തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് പെൺകുട്ടിയുള്ള കാര്യം അവർക്കറിയില്ല. ഹീറോയിൻ ഈ കങ്ക്രെ ദണ്ണക്കാരൻ വരച്ചു വെച്ചിരുന്ന പടം അത് വീണ്ടും വീണ്ടും നോക്കും. ഒരു വീടിന്റെ മച്ചിലാണ് അച്ഛൻ മകനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ വിളിക്കുന്നു, ഞാനൊരു പിക്ചർ നിനക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വീടിന്റെ പണി തീർന്നു, പക്ഷെ അതിലെ റൗണ്ട് വിൻഡോ ക്ലയന്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് മാറ്റി തരണം എന്നാണ് പറയുന്നത്. പഴയ 1 ഐഡ് വിൻഡോ വേണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാനാകെ അതിന്റെ ടെൻഷനിലിരിക്കുകയാണെന്ന് അച്ഛൻ പറയും. ഇത് കേട്ട ഉടനെ 1 ഐഡ് വിൻഡോയോ അതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. പണ്ട് കാലത്ത് ഒരുപാട് വീടുകളിൽ ഇങ്ങനെ 1 ഐഡ് വിൻഡോ ഉണ്ടായിരുന്നു. അതാണത്രേ ഈ ക്ലയന്റിന് വേണ്ടത്. ഹീറോയിൻ നോക്കുമ്പോൾ ഈ കങ്ക്രെ വരച്ചു വെച്ച വീടിനും 1 ഐഡ് വിൻഡോ ഉണ്ടായിരുന്നു. അതേപോലെ അനിയത്തിക്കുട്ടി താമസിച്ചിരുന്ന വീടിനും 1 ഐഡ് വിൻഡോ ഉണ്ടായിരുന്നു. അവള് മച്ചിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ആ വിൻഡോ കണ്ടപ്പോഴായിരിക്കണം കങ്ക്രെ ട്രിഗർ ആയിട്ടുണ്ടാവുക. ആ വിൻഡോ വീട്ടിലുള്ള പെൺകുട്ടിക്ക് താൻ അനുഭവിച്ച പീഡനം അവൻ തിരിച്ചു നൽകുകയായിരുന്നു. അതാണ് അനിയത്തിക്ക് സംഭവിച്ചത്. ഇപ്പൊ ബിൽഡിങ്സ് ഡീമോളിഷ് ചെയ്യുന്ന ഏരിയയിലുള്ള വീട്, അവിടുത്തെ വീട്ടിലെ 1 ഐഡ് വിൻഡോ കണ്ടപ്പോഴും ഇവൻ ട്രിഗറായി മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ അടച്ചു വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഏയോങ് എന്ന് പറയുന്ന ആ ചെറിയ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടനെ ഹീറോയിൻ പോലീസുകാരെ വിളിച്ച് ഡീമോളിഷിംഗ് നടക്കുന്ന ഏരിയയിൽ 1 ഐഡ് വിൻഡോ ഉള്ള ഏതെങ്കിലും വീടുണ്ടോ നോക്കൂ, അതിനകത്തായിരിക്കും പെൺകുട്ടി. അത് ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ അയക്കാൻ പറയും. ഇത് പറഞ്ഞിട്ട് ഇവള് കാർ എടുത്ത് വേഗത്തിൽ പോവുക. ഇവിടെയാണെങ്കിൽ ആൾക്കാർ ബിൽഡിംഗ് ഇടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും പോലീസുകാരൻ ഗൂഗിൾ മാപ്പിലൂടെ ഈ ലൊക്കേഷനിലുള്ള വീടുകളെല്ലാം ചെക്ക് ചെയ്ത് 1 ഐഡ് വിൻഡോ ഉള്ള വീട് കണ്ടുപിടിച്ചു. അതിന്റെ ലൊക്കേഷൻ ഹീറോയിൻ അയക്കുകയും ചെയ്യും. ഇവിടെ വീട് ഇടിഞ്ഞു പൊളിയാൻ തുടങ്ങി. പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിമിഷങ്ങൾക്കകം അവള് മരിക്കാൻ പോവുക. അപ്പോഴേക്കും ഹീറോയിൻ ആ സ്ഥലത്തേക്ക് കാർ ഇടിച്ച് കയറ്റി വന്ന് എല്ലാരോടും പണി നിർത്തലാക്കാൻ പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഓടിക്കേറി ഡോറ് വലിച്ചു തുറന്ന് നമ്മുടെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും. ആ പെൺകുട്ടി പാതി ബോധത്തിൽ പറയാണ്, എനിക്കറിയാമായിരുന്നു ആരെങ്കിലും ആ ഡോറ് തുറന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വരുമെന്ന്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കരയും. അങ്ങനെ ആ പെൺകുട്ടിയെ നമ്മുടെ പോലീസുകാരി ഹീറോയിൻ രക്ഷപ്പെടുത്തി. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ പെണ്ണിപ്പോ പാസ്റ്ററെ കാണാൻ പോവുക. പാസ്റ്റർ ജയിലിലാണ്. പാസ്റ്ററെ കണ്ടിട്ട് അവൾ പറയും, ഞങ്ങൾക്ക് ആ പെൺകുട്ടിയെ കണ്ടുകിട്ടി, അവൾക്ക് ജീവനുണ്ടായിരുന്നു. നിങ്ങൾ അവൾ മരിച്ചുപോയി എന്നല്ല വിചാരിച്ചത്, അത് സത്യമല്ല, അവൾക്ക് ജീവനുണ്ടായിരുന്നു എന്ന് പറയും. അത് കേട്ട ഉടനെ പാസ്റ്റർ ഷോക്കായിട്ട്, എന്നോട് അങ്ങേര് അങ്ങനെയല്ല പറഞ്ഞത്, അവൾ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. ഹീറോയിൻ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. ദൈവമാണെന്നാണ് പുള്ളിയുടെ വിശ്വാസം. പക്ഷെ ആരാണെന്ന് പുള്ളി ഇപ്പൊ പറയുന്നില്ല. വിഷമത്തോടെ തിരിച്ചു പോകുന്നു. തിരിച്ച് തന്റെ മുറിയിലെത്തി ചുവരിലേക്ക് നോക്കുമ്പോൾ ജീസസിന്റെ ഒരു പടം ചുവരിലുള്ളതുപോലെ അയാൾക്ക് തോന്നും. ഉടനെ തുണിയെടുത്ത് ആ പടം ഇയാൾ മായ്ക്കുന്നു. മായ്ച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സാത്താന്റെ ചിത്രമുള്ളത് പോലെ, സാത്താൻ ചിരിക്കുന്നത് പോലെ. സോ ഇയാളുടെ മാനസികാവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല. പാവം മനുഷ്യൻ. ഭാര്യ ചീറ്റ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ആയതായിരിക്കാം, അല്ലെങ്കിൽ അമിത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് കടന്നായിരിക്കാം. എന്തായാലും അവിടെ വെച്ച് റെവലേഷൻസ് എന്ന ചിത്രം അവസാനിക്കുന്നു. ബുസ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.